അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ആദരണീയരായ അധ്യക്ഷൻ ഇബ്രാഹിം ഉസ്താദ് ഉൾപ്പെടെയുള്ള വേദിയിലെ സദസ്സിലെയും പണ്ഡിത മഹത്തുക്കളെ, സൈനുലാബിദീൻ തങ്ങൾ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും സംബന്ധിക്കുന്ന സാദാത്തുക്കളെ, ഉമർ മാസ്റ്റർ, കോയ സാഹിബ് ഉൾപ്പെടെയുള്ള ഉമറാക്കളെ, പ്രിയങ്കരനായ മോയിൻകുട്ടി മാസ്റ്റർ, SKSSFന്റെ പ്രിയപ്പെട്ട സാരഥി OP ഉൾപ്പെടെയുള്ള സംഘടനാ സഹപ്രവർത്തകർ, ഏറെ അനുഗ്രഹീതമായ ഒരു വേദിയിലാണ് നമ്മളുള്ളത്. ഈ വേദി, ഈ ഹാള് നാമകരണം ചെയ്യപ്പെട്ടത് നമ്മളൊക്കെ ഏറെ പരിചയമുള്ള, നമുക്കൊക്കെ ഏറെ അടുത്ത ബന്ധമുണ്ടായിരുന്ന, രാഷ്ട്രീയ രംഗത്ത് വലിയ പദവികളൊക്കെ നേടിയപ്പോഴും മതരംഗത്ത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദർശത്തോടൊപ്പം നിലയുറപ്പിച്ച് മുന്നോട്ട് പോയിരുന്ന മോയിൻകുട്ടി സാഹിബിന്റെ നാമധേയത്തിലാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള അനേകം ഉമറാക്കളുടെ സേവനങ്ങളൊക്കെയും നമ്മുടെ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവരിൽ പലരും ആറടി മണ്ണിലാണ്. മോയിൻകുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള മൺമറഞ്ഞു പോയ ഈ സംവിധാനത്തിന്റെ കൂടെ നടന്ന ഉലമാക്കളും ഉമറാക്കളുമായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ സദസ്സ് പ്രതീക്ഷിച്ചിരിക്കുന്ന വാക്കുകളുടെ ഉടമ അല്പസമയത്തിനകം ഇവിടെ എത്തും എന്ന് നമ്മൾ കാത്തിരിക്കും. സയ്യിദുൽ ഉലമയുടെ വാക്കുകൾ കേൾക്കാനാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ മുഖം വ്യക്തമാക്കുന്നുണ്ട്. തഖ്വിയ എന്ന മനോഹരമായ ജമിയത്തുൽ മുഅല്ലിമീന്റെ ഈ ക്യാമ്പ് വളരെ വ്യവസ്ഥാപിതമായി സമയബന്ധിതമായി നടത്തുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം എന്തെങ്കിലും പറയുക എന്നതിന് പകരം പ്രൗഢവും ഏറെ ബോധമുള്ള ആളുകളുമായ ഈ സദസ്സിന്റെ മുമ്പിൽ വലിയ വലിയ പ്രഭാഷകരും പണ്ഡിതരും നേതാക്കളും സംഘാടകരും ഒക്കെയാണ് ഈ സദസ്സിലിരിക്കുന്നത്. അവരെ ഉപദേശിക്കുക എന്ന ആ ദൗത്യം നിർവഹിക്കുന്നതിന് പകരം അവരോടൊപ്പം അല്പം ചില ആശയങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ മനോഹരമായ ഒരു വിഷയാധിഷ്ഠിതമായി വേണം നമ്മുടെ ഓരോ സെഷനുകളും എന്നാണ് ജമിയത്തുൽ മുഅല്ലിമീന്റെ നിർദ്ദേശം. അതും സമയബന്ധിതമായിരിക്കണം. റേഞ്ച് യോഗങ്ങൾ മുതൽ നടന്നു വരുന്ന എല്ലാ കാര്യങ്ങൾക്കും സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തിന്റെ ഭാഗം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട സമസ്ത എന്ന മഹനീയമായ പ്രസ്ഥാനത്തിന്റെ ഏതൊരു ആവശ്യവും വളരെ കൃത്യമായി നിർവഹിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ ഉസ്താദുമാർ വലിയ ഒരു പങ്കാണ് ദീനീ ദഅവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഐഡന്റിറ്റി കാത്തു നിർത്തുന്നതിൽ ഈ വേഷത്തിനും ഈ സംസ്കാരത്തിനുമൊക്കെ വലിയ പങ്കുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തെ തകർക്കുക, അല്ലെങ്കിൽ ഈ വേഷത്തെ അവഹേളിക്കുക, ഈ വേഷധാരികളോട് സമൂഹത്തിനുള്ള മതിപ്പും ബഹുമാനവും ഇല്ലായ്മ ചെയ്യുക, യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുഖ്യമായ അജണ്ട അതാണ്.
പൊതുസമൂഹത്തിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ആ സമൂഹത്തിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോ, അത് പലതവണ ആവർത്തിച്ചു വരുമ്പോ നിഷ്പക്ഷരായ സമൂഹത്തിൽ നിന്ന് പോലും സംശയങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുവഴി ഒരു ആദർശത്തെ ഇല്ലായ്മ ചെയ്യാൻ, ഒരു സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രപരമായ ഒളിയമ്പുകളാണ് പലപ്പോഴും ഈ ഇരിക്കുന്നതിൽ പലരും ഏറ്റുവാങ്ങേണ്ടി വരാറുള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. 1500 വർഷങ്ങളാണ് അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ജനിച്ചിട്ട് പൂർത്തിയാവാൻ പോകുന്നത്. 1500 ആണ്ടുകൾക്കിടയിൽ വിശുദ്ധ ഇസ്ലാം മാറ്റങ്ങളില്ലാതെ നിലനിന്ന പവിത്രമായ ഒരു വഴിയാണ്. അന്ന് തുടങ്ങിയത് അല്ലെങ്കിൽ അന്ന് പഠിപ്പിച്ചത് എന്താണോ അതാണ് ഇന്നും പഠിപ്പിക്കുന്നത്. ദീൻ അങ്ങനെയാവണമെന്ന് വാശി പിടിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു വിഭാഗം അത് അഹ്ലുസുന്നയുടെ ആളുകളാണ്. ദീനിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ല. 1500 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് എന്താണോ പഠിപ്പിച്ചത് അതങ്ങനെ തന്നെ ഇപ്പോഴും പഠിപ്പിക്കണം. അന്ന് എന്താണോ ആരാധനയുടെ രീതിയായി പകർന്നു തന്നത് അതങ്ങനെ തന്നെ ഇന്നും നിലനിൽക്കണം. ഇത് നമ്മുടെ സ്വന്തം അഭിപ്രായമല്ല, നമ്മൾ മാത്രം ഉണ്ടാക്കുന്നതുമല്ല. പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മളൊക്കെയും 5 നേരവും 17 തവണയെങ്കിലും ഓരോ മനുഷ്യരും അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആ വഴിയിലൂടെ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണേ എന്നാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അവിടെ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു വെച്ചത് ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين. ആരാണ് മുസ്തഖീമിന്റെ വഴിയിലുള്ളത്? ആരാണ് യഥാർത്ഥമായ പാതയിലൂടെ സഞ്ചരിക്കുന്നത്? വളരെ കൃത്യമായി അടയാളപ്പെടുത്തി വെച്ചത് ആ ആളുകളുടെ മുൻഗാമികളെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ആ ആളുകളുടെ മുമ്പിൽ നടക്കുന്നവരെ കുറിച്ച് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകരെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല, അമ്പിയാക്കൾ എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ടില്ല, സഹാബാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല. അന്ത്യനാൾ വരെ വരുന്ന സച്ചരിതരായ ആളുകളൊക്കെയും ആ ശൃംഖലയിലെ മുൻപന്തിയിലുള്ളവരാണ് എന്ന് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു. മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. എല്ലാവരും അതിൽ ഉൾക്കൊള്ളുന്നു. ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകര്, അതുപോലെ മഹാന്മാരായ സഹാബാക്കൾ ഉൾക്കൊള്ളുന്ന ഔലിയാക്കൾ, ബദരീങ്ങളും ഉഹദീങ്ങളും ഉൾക്കൊള്ളുന്ന മഹാന്മാരായ ശുഹദാക്കൾ, അന്ത്യനാൾ വരെ വരുന്ന സ്വാലിഹീങ്ങൾ. ഈ സംഘത്തിന്റെ ഭാഗമാണ് സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിക്കുന്നതിലൂടെ നമ്മൾ എത്തിപ്പെടുന്നത് എന്ന് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ എല്ലാവർക്കും ഇത് അവകാശപ്പെട്ടുകൂടെ? ഞങ്ങളുടേതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് എല്ലാവർക്കും പറഞ്ഞുകൂടെ? വിദേഹത്തിന്റെ ആളുകൾ വിവിധങ്ങളായ വേഷങ്ങളിലൂടെ സമൂഹത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലത്ത് വിദേഹത്തിനെ തിരിച്ചറിയാൻ എളുപ്പമായിരുന്നു. അവരുടെ എല്ലാ മറകളും നീക്കി പരസ്യമായി അവര് സമൂഹത്തിലേക്ക് വരുമ്പോ അത് അപകടമാണ് എന്ന് തിരിച്ചറിയാൻ സാധാരണക്കാരന് സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ വിദേഹത്തിന്റെ അധിനിവേശത്തെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ മുഖം മൂടി മാറ്റിയിട്ടില്ല. മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ആളുകളെ പിൻവലിക്കാൻ, വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള അവരുടെ തന്ത്രങ്ങൾ നടന്നു വരുന്നത്. സ്വാഭാവികമായും വിവരം കുറവുള്ള, വലിയ പരിജ്ഞാനങ്ങളില്ലാത്ത, മതപരമായ വലിയ വിവരങ്ങളില്ലാത്ത സാധാരണ ജനങ്ങൾ അതിൽ അകപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ അകപ്പെട്ടു പോയ എത്രയോ ഉദാഹരണങ്ങളും നമുക്ക് കാണിക്കാൻ സാധിക്കും. ഇനി വിവരമുള്ള ആളുകളിലേക്ക് പോലും അറിയാതെ വിദേഹത്തിന്റെ ആശയങ്ങൾ കടന്നു വന്ന് അവരെ സ്വാധീനിച്ചു പോകുന്ന ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ കഴിയും.
അതിന് അവരാദ്യം ചെയ്യുന്നത് ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടെ എന്നുള്ള ചോദ്യമാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിസ്കാരത്തിന് വേണ്ടി നിർദ്ദേശിച്ചപ്പോ അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഔറത്ത് മറക്കാനാണ്. ഔറത്ത് മറക്കുമ്പോ നീളക്കുപ്പായം ധരിക്കാൻ പറഞ്ഞിട്ടില്ല, വെള്ളക്കുപ്പായം ഇടാൻ പറഞ്ഞിട്ടില്ല, വെള്ള മുണ്ടൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഔറത്ത് മറയാനുള്ള നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നാലെന്ന രീതിയിലുള്ള വസ്ത്രമായിരിക്കണം. എന്നാൽ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ മഹല്ലുകളിൽ നമ്മൾ ഒരു ഇമാമിനെ നിശ്ചയിക്കുമ്പോ, നമ്മളൊക്കെ ഇമാമുമാരായി ഏതെങ്കിലും ഒരു പള്ളിയിൽ നിൽക്കുമ്പോ നമ്മൾ ആരും ഒരു ലുങ്കി എടുത്തുകൊണ്ട് മെഹ്റാബിലേക്ക് പോകാറില്ല. നമ്മൾ ആരും ഒരു പാന്റും ടീഷർട്ടും ഇട്ടുകൊണ്ട് മെഹ്റാബിലേക്ക് പോകാറില്ല. നിസ്കാരം ശരിയാവാത്തത് കൊണ്ടല്ല, നിസ്കാരത്തിന് കുഴപ്പമില്ല, നിസ്കാരം ശരിയാകും. അദ്ദേഹത്തെ പിന്തുടർന്നാൽ ആ ജമാഅത്തിന്റെ കൂലി കിട്ടും, അതിലൊന്നും ഖിലാഫൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരു സംസ്കാരമുണ്ട്. മിഹ്റാബിൽ നിൽക്കുമ്പോ വെള്ള തുണി ഉണ്ടാവുക, വെള്ള കുപ്പായം ഉണ്ടാവുക, തല മറക്കുക, അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം നമ്മൾ പാരമ്പര്യമായി മനസ്സിലാക്കി പോരുന്ന ഒരു സംസ്കാരമാണ്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ലിബറൽ ചിന്താഗതിക്കാരൻ വന്ന് എന്തുകൊണ്ട് പാന്റ് ഇട്ടൂടാ എന്ന് ചോദിച്ചാൽ നിസ്കാരം സഹിയാവൂല എന്ന് മറുപടി പറയാൻ നമുക്ക് കഴിയില്ല. ഇവിടെയാണ് ബിദഈകൾ വിജയിക്കുന്നത്. ഇവിടെയാണ് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ആളുകളെ വ്യതിചലിപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ നമുക്ക് ബോധ്യമാവുന്നത്. ഇതുപോലുള്ള ഉദാഹരണങ്ങളിലൂടെ ആളുകളുടെ മനസ്സിൽ അങ്ങനെയും ആയിക്കൂടെ എന്ന സംശയങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് അവരുടെ വിശ്വാസത്തെ കൊത്തിവലിക്കാനുള്ള ശ്രമങ്ങളാണ് ചുറ്റുഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ബോധമുള്ള ജാഗ്രതയോടുകൂടെ കാത്തിരിക്കുന്ന, കാവലിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഏതാണ്ട് 73 വിഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന്ത്യനാളിന്റെ മുമ്പ് അത് സംഭവിച്ചിരിക്കും. നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോ, വ്യത്യസ്തമായ വിഭാഗങ്ങൾ ഉടലെടുക്കുമ്പോ നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല, അത് ഉണ്ടായിരിക്കും. ലോകത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പേ 73 വിഭാഗം മുസ്ലിങ്ങൾ ഉണ്ടാകും, മുസ്ലിമിന്റെ പേരിലുണ്ടാകും എന്ന് പഠിപ്പിച്ച ഹദീസ് നമുക്കൊക്കെ അറിയാം. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മറ്റുള്ള മതവിഭാഗങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന 73 ഗ്രൂപ്പ് അല്ല പറഞ്ഞത്. എന്റെ സമുദായം മാത്രം 73 ഗ്രൂപ്പാകും. എന്നിട്ട് പറഞ്ഞു ആ 73-ൽ 72 നരകത്തിന്റെ അവകാശികളാണ്. എന്നാൽ അതിൽ നിന്നുള്ള ഒരു വിഭാഗം അവർ സ്വർഗത്തിന്റെ അവകാശികളാണ്. ആ സ്വർഗത്തിന്റെ അവകാശികളാണ് സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുന്നവര്. അള്ളാഹുവിന്റെ ഹബീബിനോട് അവിടുത്തെ സഹാബാക്കൾ സംശയം ചോദിച്ചു. ഗ്രൂപ്പിസം ഉണ്ടാവാത്ത, വ്യത്യസ്തമായ സംഘടനകളില്ലാത്ത 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബിന്റെ മുമ്പിൽ അവർ ചോദിച്ച സംശയം അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, പ്രിയപ്പെട്ട റസൂലേ, അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ 73-നിടയിൽ നിന്ന് ഒന്ന് മാത്രം തിരിച്ചറിയാൻ അടയാളം പറഞ്ഞു തരുമോ എന്നാണ്. എങ്ങനെയാണ് ആളെ മനസ്സിലാക്കാൻ സാധിക്കുക? 73-ൽ നേർവഴിയിൽ സഞ്ചരിക്കുന്ന, സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിഭാഗത്തെ മനസ്സിലാക്കാൻ എന്താണ് വഴി? അവിടുന്ന് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഞാനും എന്റെ സഹാബാക്കളും സഞ്ചരിച്ച വഴി ഏതാണോ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് അവർ. ഞാനും എന്റെ സഹാബാക്കളും ഏതൊരു വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബാക്കളും സഞ്ചരിച്ചതിലൂടെ സഞ്ചരിക്കുന്നവരാണ് അവർ. വളരെ കൃത്യമായ അടയാളം പറഞ്ഞു കൊടുത്തു. അവിടുന്ന് വീണ്ടും പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. വളരെ കൃത്യമായി പറഞ്ഞു, മുൻഗാമികളായ സഹാബാക്കൾ, അൻസാറുകളും മുഹാജിറുകളും അവർക്കുള്ള പ്രത്യേകത എന്തെന്നറിയുമോ? അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിനെ അവരും ഇഷ്ടപ്പെട്ടവരാണ്. അതിലപ്പുറം ഒരാൾക്ക് കിട്ടാനുള്ള യോഗ്യതയില്ലല്ലോ. ആ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാകണം യഥാർത്ഥത്തിൽ മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവർ. ഇവിടെയുള്ള പല വിഭാഗങ്ങളെയും പുതിയ ആശയങ്ങളുമായി വന്ന
ഏതൊരു വിഭാഗത്തെയും നമ്മൾ മുമ്പിലെടുത്ത് പരിശോധിക്കുമ്പോ അള്ളാഹുവിലേക്ക്, അത് കഴിഞ്ഞ് പ്രവാചകരിലേക്ക്, അതോടുകൂടെ അവസാനിക്കുന്നതാണ് അവരുടെ ആശയങ്ങളുടെ അടിത്തറ എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിനിപ്പുറം സഹാബാക്കളുണ്ട്, താബീങ്ങളുണ്ട്, അസ്സാബിഖൂനൽ അവ്വലൂനൽ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയ മുൻഗാമികളുണ്ട്. ആ മുൻഗാമികൾ അവരിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബിദ്അത്ത് എന്ന് പറയുന്നത് നിസ്സാരമായി കാണണ്ട, അപകടകരമായ ഒരു വൈറസ് ആണ് ബിദ്അത്ത്. ബിദ്അത്തിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അൽ ബിദ്അത്തു അഹബ്ബു ഇലൽ ഇബ്ലീസി മിനൽ മഅസിയ എന്നാണ്. ബിദ്അത്ത് എന്ന് പറയുന്നത് ഇബ്ലീസിന് വലിയ ഇഷ്ടമാണ്. ഏതിനേക്കാൾ? പാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടമാണ് ബിദ്അത്ത് ചെയ്യുക എന്നുള്ളത്. അത് നിസ്സാരമായ ഒരു സംഗതിയല്ല. നമ്മൾ അതിനെ ലാഘവബുദ്ധിയോടുകൂടെ കാണേണ്ടതുമില്ല. അഹബ്ബു ഇലൽ ഇബ്ലീസി മിനൽ മഅസിയ, തിന്മകളെക്കാൾ, പാപങ്ങളെക്കാൾ. എന്തേ ഈ ഒരു സന്ദർഭത്തിലും അങ്ങനെ പറയുന്നു എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? ഇപ്പോഴും അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന സംശയങ്ങൾ നമുക്കിടയിൽ നിന്ന് ഉയർന്നു വരാറില്ലേ? പറയേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ. അൽ ബിദ്അത്തു അഹബ്ബു ഇലൽ ഇബ്ലീസി മിനൽ മഅസിയ, തിന്മകളെക്കാൾ ഇബ്ലീസിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിദ്അത്താണ്. പുത്തൻ വാദങ്ങളാണ്, പുതിയ ചിന്തകളാണ്, പുതിയ പുതിയ വാദഗതികളാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. ബിദ്അത്തിന്റെ അടയാളങ്ങൾ എണ്ണി പറഞ്ഞപ്പോ ചില ഉദാഹരണങ്ങളും ചില തെളിവുകളും ചില ഉദാഹരണങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബിദ്അത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 അടയാളങ്ങളുണ്ട്. ഒന്നാമത്തെ അടയാളം, ഒന്നാമത്തെ അവരുടെ സ്വഭാവം, അവർ പൂർവികരെ തള്ളും എന്നുള്ളതാണ്. പൂർവികരെ തള്ളും. നിങ്ങൾ നോക്കൂ, നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ബിദഈ പ്രസ്ഥാനങ്ങൾ വളരെ മനോഹരമായി അവര് പ്രഭാഷണം നടത്തും. ഇസ്ലാം പറയും, ഇസ്ലാമിന്റെ ആചാരങ്ങൾ പറയും, ഇന്നത്തെ നേതാക്കളെ കുറിച്ച് പറയും, ഇന്നത്തെ ലോകത്തുള്ള ഇസ്ലാമിക സമൂഹത്തെ കുറിച്ച് പറയും. എന്നാൽ ഇന്നലെ മൺമറഞ്ഞു പോയ സ്വന്തം പിതാവ് അവിടെ പരാമർശിക്കപ്പെടാറില്ല, അവര് സ്മരിക്കപ്പെടാറില്ല. തൊട്ടു മുമ്പുള്ള നൂറ്റാണ്ടിൽ ജീവിച്ച ഈ ഒരു അടിത്തറയൊക്കെ ഉണ്ടാക്കിയ മുൻഗാമികൾ അവരുടെ പരാമർശത്തിൽ വരാറില്ല. അവരെ അവഗണിക്കുകയാണ്. മുൻഗാമികളെ അവഗണിക്കുന്ന, പൂർവികരെ തള്ളിക്കളയുന്ന സ്വഭാവം അത് ബിദ്അത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. മറ്റൊന്ന്, അവരിൽ നിന്നുണ്ടാവുന്നത് മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുക എന്ന സ്വഭാവമാണ്. ബിദ്അത്തിന്റെ മറ്റൊരു സ്വഭാവം, മുസ്ലിങ്ങളെ അവർ മുശ്രിക്കാക്കും. നമുക്ക് പറയേണ്ടതില്ലല്ലോ, അവരുടെ വാദമനുസരിച്ച് ഈ ഇരിക്കുന്നവരൊക്കെ മുശ്രിക്കീങ്ങളാണ്, ഈ ഇരിക്കുന്നവരൊക്കെ മുശ്രിക്കീങ്ങളാണ്. 5 നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്ന, ബാങ്ക് വിളിക്കുന്ന ഈ ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന പള്ളികൾ, ഇവിടെയുള്ള ശ്രീകോവില് പോലെ, ഇവിടെയുള്ള ഹൈന്ദവ ആരാധനാലയങ്ങളെ പോലെ ആരാധനാ കേന്ദ്രങ്ങൾ മാത്രമാണ്. അത് അള്ളാഹുവിന്റെ, ഏകനായ അള്ളാഹുവിനെ സ്മരിക്കുന്ന, അതിലേക്ക് ആളുകളെ വിളിക്കുന്ന, അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആരാധനാലയങ്ങളല്ല. നമ്മൾ കേട്ടതാണ് പരസ്യമായി സമൂഹത്തിന്റെ മുമ്പിൽ ഈ കാലത്തും പ്രസംഗിച്ച വാദങ്ങൾ. മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്ന സ്വഭാവങ്ങൾ അന്നും ഇന്നും എന്നും അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൗദൂദി പ്രസ്ഥാനം ഉടലെടുത്തപ്പോ മൗദൂദി പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് അവർ കൃത്യമായി എണ്ണം വിശദീകരിച്ചുകൊണ്ട് അവർ പ്രസിദ്ധീകരിച്ചപ്പോ ആ പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞത്, അത്രയും ആളുകളെ തങ്ങൾക്കുള്ളൂ എന്നതിന്റെ ഉദാഹരണമായി പറഞ്ഞത് കലിമ ചൊല്ലി കടന്നു വന്നവരാണ്. അവർ കലിമ ചൊല്ലി കടന്നു വന്നവരാ. ഇതുവരെ അവരെന്താ ചെയ്തത്? അവർ സുന്നി പള്ളിയിൽ പോയവരാ, സുന്നി ആചാരങ്ങൾ നടത്തിയവരാ. അവരതിൽ നിന്ന് മുക്തരായി കലിമ ചൊല്ലി മെമ്പർഷിപ്പ് എടുത്തപ്പോഴാണ് മൗദൂദി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അവര് മാറിയത്. അതുവഴി അവര് അതുവരെയുള്ള ആളുകളൊക്കെയും മുശ്രിക്കാണ് എന്ന് കൃത്യമായി അവർ സമ്മതിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവർ തുറന്നു പറയുകയായിരുന്നു. മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുക എന്ന് പറയുന്നത് പുത്തൻവാദികളുടെ ഒരു സ്വഭാവമാണ്. അതേപോലെ അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവം ആദരിച്ചവയെ നിസ്സാരമാക്കുക എന്നുള്ളതാണ്. ആദരിച്ച വസ്തുക്കളെ നിസ്സാരമാക്കുക. നിങ്ങൾ നോക്കൂ, ലോകത്ത് ആദരിച്ച ഒരു അടയാളമാണ് തലപ്പാവ്. തലപ്പാവിനെ വളരെ മോശമായി കൊണ്ടാണ്
ബിദ്അഈ പ്രസ്ഥാനങ്ങളെല്ലാം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കാറ്. ആദരിച്ചതാണല്ലോ, സമൂഹം ആദരിച്ചതാണ് തലപ്പാവ്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. ആ തലപ്പാവിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ആ തലപ്പാവ് ധരിക്കേണ്ട രീതി പോലും ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത്രയും പവിത്രമായ തലപ്പാവ് എന്ന് പറയുന്ന ആദരിച്ച ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ആ ആദരിച്ച വസ്തുവിനെ അവര് വളരെ നിസ്സാരവൽക്കരിക്കും. ആ തലപ്പാവിനെ പരിഹാസ്യമാക്കും. തലപ്പാവ് ധരിച്ചവരെ വളരെ മോശമായ രീതിയിൽ അവർ പരാമർശിക്കും. ആദരിച്ചതിനെ നിസ്സാരമാക്കുക അവരുടെ മറ്റൊരടയാളമാണ്. മറ്റൊന്ന്, കൊലയും കൊള്ളയുമൊക്കെ അവർ ഹലാലാക്കും. കൊലയും കൊള്ളയുമൊക്കെ ഹലാലാക്കും. മക്കയുടെയും ഇജാസിന്റെയും ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നുണ്ട്, മക്കയിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഉണ്ടായ ഭരണമാറ്റത്തിൽ, ആ ഭരണമാറ്റ സാഹചര്യത്തിലുണ്ടായ കൂട്ടക്കൊലയുടെ നീണ്ട ഉദാഹരണങ്ങൾ, ഒരുപാട് കണക്കുകൾ. ആ കണക്കുകളിൽ കൊല്ലപ്പെട്ടതൊക്കെ മുസ്ലിങ്ങളാണ്. സൗദി അറേബ്യയിൽ മറ്റ് മതസ്ഥരെന്ന് പറയാൻ വിദേശത്ത് നിന്ന് വന്ന് ജോലിക്ക് വന്ന ആളുകളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത്യപൂർവമായി എവിടെങ്കിലുമൊക്കെ ചില അമുസ്ലിങ്ങളായ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട് എന്ന് സമ്മതിച്ചാൽ പോലും അവിടെയുള്ള പൊതുസമൂഹം മുസ്ലിങ്ങളാണ്, അവിടെയുള്ള ജനസമൂഹം മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളെയാണ് മക്ക ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിൽ നിന്ന് കൊന്നൊടുക്കിയത്. ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്തതിനെ ന്യായീകരിച്ചു അവര്. പരിശുദ്ധമായ ഹറമിനകത്ത് പോലും നടന്ന കൊലപാതകങ്ങളെ കുറിച്ച് സുഹൃതമാണ് എന്ന രീതിയിൽ അവരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. കൊലപാതകം തെറ്റിൽ നിന്ന് പഠിപ്പിച്ച, കൊല ചെയ്യുന്നത് പുണ്യമാണെന്ന് പഠിപ്പിച്ച രീതിയിലേക്ക് അവരുടെ ആശയ പ്രചരണത്തിന്റെ നാൾ വഴികൾ അവർ സമൂഹത്തിന് പകർന്നു കൊടുത്തു. ഈ 4 ഉദാഹരണങ്ങൾ, സ്വഭാവങ്ങൾ ബിദ്അത്തിന്റെ മുഖമുദ്രയാണ്. ഈ 4 സ്വഭാവങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ആളുകളുടെ, പുത്തൻവാദികളുടെ, ഇസ്ലാമിക സമൂഹത്തിന്റെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഉദാഹരണങ്ങൾ ധാരാളമായി നമുക്ക് പരാമർശിക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചത് ഈ പുത്തൻ പ്രസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ, മറിച്ച് സിറാത്തുൽ മുസ്തഖീമിലാണ് എന്ന് പറയുന്ന നമ്മുടെ സ്വഭാവം എടുത്തു നോക്കൂ. നമ്മുടെ സ്വഭാവം നേരെ വിപരീതമല്ലേ? പൂർവികരെ നമ്മൾ ആരെങ്കിലും തള്ളിപ്പറയാറുണ്ടോ? എന്റെ പിതാവിന് എന്നെക്കാൾ യോഗ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്റെ പിതാവ് ആലിമായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ ഒന്നും പിതാവ് ചിലപ്പോ പണ്ഡിതനായിക്കൊള്ളണമെന്നില്ല, പക്ഷെ എന്നെക്കാൾ യോഗ്യതയുണ്ട്. എന്തുകൊണ്ട്? ഞാൻ ഉണ്ടാവാൻ, ഞാൻ ഈ നിലയിലെത്താൻ എന്റെ പിതാവാണ് കാരണക്കാരൻ. എന്റെ പിതാവാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്, എനിക്ക് അറിവ് നേടാനുള്ള സൗകര്യം ഒരുക്കിയത്, എന്നെ പോറ്റി വളർത്തിയത്. എന്നെക്കാൾ ഈമാനുള്ള മനസ്സുണ്ടായത് കൊണ്ടാണ് എന്റെ ഉപ്പാക്ക് അതിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്നെക്കാൾ യോഗ്യനാണ് എന്റെ ഉപ്പ, എന്റെ പിതാവ്. ഞാൻ എന്റെ ഉപ്പയെ ബഹുമാനിക്കും. നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഗുരുവര്യന്മാർ, അവരുടെ ഗുരുവര്യന്മാർ, അങ്ങനെ കഴിഞ്ഞുപോയ മുൻഗാമികൾ നമ്മൾ ആരെങ്കിലും തള്ളി പറയാറുണ്ടോ? ഇവിടെ ദുആ ചെയ്തപ്പോ എത്ര മശായിഖന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ടാകും, എത്ര മഹാന്മാരുടെ പേരിൽ അത് അങ്ങോട്ട് ചേർത്താൻ വേണ്ടി നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത മുൻഗാമികളെ നമ്മൾ സ്മരിക്കുന്നു. നമ്മൾ പൂർവികന്മാരെ വളരെ ആദരവോടുകൂടെ സ്മരിക്കുന്നു, തള്ളുന്നില്ല, നമ്മൾ കൊള്ളുന്നു. മറ്റൊന്ന്, നമ്മൾ ആരെയും മുശ്രിക്കാക്കാറില്ലല്ലോ. ഏതെങ്കിലും ഒരു സുന്നി വന്നിട്ട് മുജാഹിദ് വിഭാഗം മുശ്രിക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? വഹാബി പ്രസ്ഥാനം കാഫിറാണ് എന്ന് ഏതെങ്കിലും ഒരു സുന്നി പണ്ഡിതൻ, ഒരു പ്രഭാഷകൻ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറയില്ല. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സമസ്തയുടെ അനുയായികൾ പറയില്ല. എന്തുകൊണ്ട്? ആരെയും മുശ്രിക്കാക്കാൻ നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ആരെയും കാഫിറാക്കാൻ നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പകരം അവരിൽ പിഴവുണ്ടായിട്ടുണ്ട്, അത് തിരുത്തണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദർശത്തിൽ അപാകതയുണ്ട്, തിരുത്തണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദർശത്തിലുള്ള വീഴ്ചകൾ പരിഹരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരെയും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ നമുക്ക് അധികാരമില്ല, ആരെയും കാഫിറാക്കാൻ നമുക്ക് അധികാരമില്ല. നമ്മൾ ആരെയും മുശ്രിക്കാക്കാറില്ല. നമ്മൾ ആദരിച്ചവയെ നിസ്സാരവൽക്കരിക്കാറില്ല. ആദരിച്ച ഏതെങ്കിലും ഒരു സാധനം, ഏതെങ്കിലും ഒരു വസ്തു, ഏതെങ്കിലും ഒരു ഇടം, ഒരുപക്ഷെ നമ്മൾ അത് ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ തലപ്പാവ് ഒരു പക്ഷെ ധരിച്ചൂല, എന്നാൽ നമ്മൾ തലപ്പാവിനെ അവഹേളിക്കാറില്ല. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ മറ്റെന്തെങ്കിലും ഒരു കാര്യം, ആ കാര്യത്തിൽ
മുൻഗാമികളായ ആളുകൾ, എല്ലാ ആളുകളും ഒരുപക്ഷെ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കൂല. എന്നാൽ തിങ്കളാഴ്ച ദിവസം ആദരണീയമായ ദിവസമാണ്, നോമ്പ് നോൽക്കൽ പുണ്യമുള്ള ദിവസമാണ്. അത് നമുക്ക് എതിരില്ല. ബറാഅത്ത് രാവിൽ പുണ്യമുണ്ട്, യാസീനോദി നമ്മൾ ദുആ ചെയ്യും. എനിക്ക് നേരെയില്ല, ഞാനത് ചെയ്യൂല. പക്ഷേ ആ ദിവസം അതില്ല എന്ന് നമ്മൾ പറയാറില്ല. ഇങ്ങനെ നോക്കൂ, നിങ്ങൾ ഏതൊരു കാര്യത്തിൽ മുൻഗാമികൾ ആദരിച്ചതിനെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവഹേളിക്കാറില്ല. ആദരിച്ചവയെ നമ്മൾ ബഹുമാനിക്കും. എത്രത്തോളം പരിശുദ്ധ ഖുർആൻ എടുക്കാൻ പണ്ട് മുതൽ നമ്മൾ പഠിച്ചതാണ് വുദൂ വേണം. കുളി നിർബന്ധമായ സന്ദർഭത്തിൽ ഖുർആൻ ഓതാനും പാടില്ല. ഖുർആൻ എടുക്കാൻ മാത്രമല്ല, ഓതാൻ പോലും പാടില്ല എന്ന് നമ്മൾ പഠിച്ചു, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ചെറിയ കുട്ടികൾ പഠിക്കാൻ വേണ്ടി മാത്രം ഖുർആൻ എടുക്കുമ്പോ വുദൂവിന്റെ കാര്യത്തിൽ നമ്മൾ നിർബന്ധിച്ചിട്ടില്ലെങ്കിലും അപ്പോഴും ഈ ഉസ്താദ്മാർ പറയും വുദൂ എടുത്ത് വരി, എന്നിട്ട് ഖുർആൻ എടുക്കും. അതൊരു ആദരവാണ്. അവർക്ക് പഠിക്കാൻ ഖുർആൻ എടുക്കാൻ വുദൂ വേണ്ട. പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഖുർആൻ എടുക്കാൻ വുദൂ ഇല്ലാതെ തൊടാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ഉസ്താദ്മാർ ചെയ്യും, ഒന്ന് വുദൂ ചെയ്തു വരി. അതൊരു ആദരവാണ്, ഒരു ബഹുമാനമാണ്. ഇവിടെ വിധൈകളിൽ പലരും ആർത്തവ സമയത്ത് എടുക്കാൻ പോലും അനുമതി കൊടുത്തുകൊണ്ടുള്ള പാഠപുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആർത്തവമുള്ള പെണ്ണുങ്ങൾക്ക് ഖുർആൻ എടുക്കാം, അതൊരു പുസ്തകമാണ്, ഒരു കിതാബാണ്, കേവലം ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്ന അത്യുന്നതമായ ആദരിക്കപ്പെടേണ്ടത് പോലും ആദരിക്കുന്ന സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആദരിക്കേണ്ടവയെ ഒരിക്കലും ആദരിച്ചിട്ടില്ല, ആദരവ് കളഞ്ഞിട്ടില്ല, അതിനെ അവഹേളിച്ചിട്ടില്ല. കൊലയും കൊലപാതകവും കൊള്ളയും ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കാറില്ല. ആരോട്? മുസ്ലിങ്ങളെ മാത്രമല്ല, അമുസ്ലിങ്ങളാണെങ്കിൽ പോലും ഒരു നാട്ടിന്റെ സമാധാനത്തിന് ഭംഗം വരുന്ന രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള അന്തരം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോ കേവലം നിസ്കാരവും കുറെ ദിക്റും കുറെ തഹ്ലീലുമായി കഴിഞ്ഞുകൂടലാണ് എന്ന് കരുതണ്ട. ജീവിതമാണ്, നല്ല മുസ്ലിമായി ജീവിക്കുക. അത് പഠിപ്പിച്ചതാണ് പരിശുദ്ധമായ ദീൻ. ആ വഴിയിലൂടെയാവണം നമ്മൾ സഞ്ചരിക്കേണ്ടത്. അതിന്റെ കേരള മോഡലാണ് ബഹുമാനപ്പെട്ട സമസ്ത. സമസ്തയുടെ പ്രത്യേകത എന്താ? സമസ്ത മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്ന് സമസ്തയുടെ ഒരു ആലിമും പറയൂല. സമസ്ത മാത്രമേ സ്വർഗത്തിൽ പോകൂ, ലോകത്ത് സമസ്ത മാത്രമേ നവോത്ഥാനം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് സമസ്ത പറയൂല. ലോകത്ത് എത്ര പ്രസ്ഥാനങ്ങളുണ്ട്, ലോകത്ത് എത്ര സംഘടനകളുണ്ട്, ലോകത്ത് എത്ര നേതാക്കന്മാരുണ്ട്, ലോകത്ത് എത്ര പണ്ഡിതന്മാരുണ്ട്. ഇവിടെ ജീവിച്ച പണ്ഡിതന്മാരെക്കാൾ വലിയ പണ്ഡിതന്മാർ ലോകത്തില്ലേ? ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലില്ലേ? കേരളം എല്ലാറ്റിനും മാതൃകയാണ് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിന് മാത്രമേ യഥാർത്ഥ മുസ്ലിങ്ങളുള്ളൂ, വലിയ പണ്ഡിതന്മാരുള്ളൂ എന്ന വാദം സമസ്തക്കില്ലല്ലോ. സമസ്ത സിറാത്തുൽ മുസ്തഖീമിലാണ് എന്ന് പറയും. ആദർശത്തിന്റെ കാവലിരിക്കലാണ് സമസ്തയുടെ ദൗത്യം എന്നുള്ളത് കൊണ്ട് എന്തും ചെയ്യാം, ആളുകൾക്ക് എന്തും ചെയ്യാം. പക്ഷേ അതിനെ തിരിച്ച് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശം കൂടി ഇവിടെയുള്ള മറ്റുള്ളവർക്കുണ്ട്. അതാണ് സമസ്ത നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുമ്പോ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, 1926 സമസ്തയുടെ ഭരണഘടനയിൽ എന്തായിരുന്നോ എഴുതി വെച്ച് മുൻഗണനയോടുകൂടെ പഠിപ്പിച്ചത് ഭേദഗതിയില്ലാതെ ഇപ്പോഴും സമസ്ത അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആദർശത്തിന്റെ സംരക്ഷണമാണ്. ആദർശം എന്ന് പറയുന്നത് സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കാൻ സമൂഹത്തെ പ്രാപ്തമാക്കലാണ്. മദ്രസ ഉണ്ടാക്കാൻ ആർക്കും പറ്റും, സ്കൂൾ ഉണ്ടാക്കാൻ ആർക്കും പറ്റും, അറബിക് കോളേജ് ആർക്കും ഉണ്ടാക്കാം, യൂണിവേഴ്സിറ്റികൾ പോലും ഉണ്ടാക്കാം. കേരളത്തിൽ മുസ്ലിം മാനേജ്മെന്റിൽ യൂണിവേഴ്സിറ്റി ഇല്ല, എന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഹരിയാനയിലാണ് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ഉള്ളത്. ഹരിയാനയിൽ സമസ്ത ഉണ്ടോ? ഹരിയാനയിൽ ഇതുപോലെയുള്ള പണ്ഡിത കൂട്ടായ്മ ഉണ്ടോ? ഇതുപോലെയുള്ള സംഘ സംവിധാനം ഉണ്ടോ? അവിടെ മുസ്ലിം മാനേജ്മെന്റിൽ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ. ഡൽഹിയിലാണ് ജാമിയ മില്ലിയ ഉള്ളത്. ഡൽഹിയിൽ സമസ്തയുണ്ടോ? ഡൽഹിയിൽ ഒരു സർവകലാശാല മുസ്ലിം നിയന്ത്രണത്തിൽ മാനേജ്മെന്റിന്റെ കീഴിൽ നടന്നു വരുന്നുണ്ടല്ലോ. യൂണിവേഴ്സിറ്റി പോലും ആർക്കും ഉണ്ടാക്കാം. അലിഗഡ് യൂണിവേഴ്സിറ്റി ഉള്ളത് യുപിയിലാണ്. യുപിയിലെ അവസ്ഥ എന്താ? പള്ളി പോലും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവിടെയുള്ള മുസ്ലിമീങ്ങൾ പരിതാപകരമായ സാഹചര്യത്തിലേക്ക് ജീവിക്കുന്നു. അങ്ങനെയുള്ള അവിടെ അലിഗഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്.
എന്ന് പറഞ്ഞാൽ മദ്രസ ഉണ്ടാക്കാൻ കഴിയും, പള്ളി ഉണ്ടാക്കാൻ കഴിയും, യൂണിവേഴ്സിറ്റി പോലും ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ആദർശത്തിന്റെ കാവലിരിക്കാൻ ബോധമുള്ള ഒരു സമൂഹമാണ് വേണ്ടത്. ആ ബോധമുള്ള സമൂഹത്തെയാണ് ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കിയത്. ആ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ മുഖ്യമായ ഘടകം നിർവഹിച്ച ഒരു വിഭാഗമാണ് ഈ ഇരിക്കുന്ന മദ്രസാ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്നവര്. 1945-ലാണ് സമസ്ത ഒരു മദ്രസ എന്ന ആശയത്തിലേക്ക് കടന്നു വരുന്നത്. സമസ്ത ഉണ്ടായത് 1926-ലാണ്. നമ്മൾ കൃത്യമായി എഴുതി വെക്കണം, കൃത്യമായി കണക്ക് കൂട്ടി നോക്കണം. 1926-ലുണ്ടായ സമസ്ത മദ്രസ എന്ന ആശയത്തെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് 1945-ലാണ് കാര്യവട്ടത്ത് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട്. പിന്നീട് ആ ഒരു ആശയം അന്തിമമായ തീരുമാനമെടുക്കുന്നത് 1951-ലാണ് വടകരയിലെ വാർഷിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ 25 കൊല്ലക്കാലം സമസ്തയുടെ പണിയെന്താ? മദ്രസ ഉണ്ടാക്കലല്ല, അറബി കോളേജ് ഉണ്ടാക്കലല്ല, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കലല്ല. പകരം എന്താണ് ആ 25 കൊല്ലം സമസ്ത നടത്തിയത്? ഇതുപോലെ വിധേയികളുടെ എണ്ണം കൂടുതലില്ല, പ്രസ്ഥാനങ്ങളുടെ എണ്ണം കൂടുതലില്ല, തരീഖത്തുകളുടെ എണ്ണം പെരുകിയിട്ടില്ല. അതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ സമസ്തയുടെ പ്രധാനപ്പെട്ട പണി ആദർശ അധിഷ്ഠിതമായ പ്രമേയങ്ങൾ പാസാക്കി അത് പ്രചരിപ്പിക്കുക. സമ്മേളനങ്ങളിലൊക്കെ പ്രമേയം പാസാക്കും. ആ പ്രമേയം പാസാക്കി പത്രത്തിൽ കൊടുക്കുന്ന പണി മാത്രമല്ല, അത് നമ്മളിപ്പോ ചെയ്യുന്ന പണിയാണ്. ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ചെയ്തത് ആ പ്രമേയം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, ആളുകൾക്കിടയിൽ അതിന്റെ വളരെ വിശദമായ രീതിയിലുള്ള പ്രബോധനം നടത്തുക. അങ്ങനെ പിഴച്ച വിഭാഗത്തെ കുറിച്ച് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ടാണല്ലോ വലിയ വിവരമൊന്നുമില്ലെങ്കിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പള്ളികളിലേക്ക് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ കടന്നു വരുമ്പോ പള്ളിയിലെ ഉസ്താദല്ല തടയാറുള്ളത്, നമ്മളല്ല തടയാറുള്ളത്, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ. അവരെന്താ പറയാ? ഇവിടെ ഈ പണി വേണ്ട, നിങ്ങൾ നിസ്കരിച്ചോളൂ, നിങ്ങൾ ഇവിടെ ജമാഅത്ത് കൂടിക്കോളൂ, നിങ്ങൾക്ക് ഇവിടെ ഇത്തിക്കാഫിരിക്കാം, ഖുർആൻ ഓതാം, ഈ പണി ഇവിടെ വേണ്ട എന്ന് പറയുന്ന എത്രയോ ഉമറാക്കളെ, സാധാരണക്കാരെ നമുക്ക് കാണാം. എന്താ കാരണം? തബ്ലീഗ് ജമാഅത്ത് എന്താന്ന് അവർക്ക് അറിയില്ല. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അവർ പഠിച്ചിട്ടില്ല. അവരുടെ ആശയപരമായ അപകടത്തെ കുറിച്ചൊന്നും അവർക്കറിയില്ല. അവർക്കൊന്നും അറിയാം, തബ്ലീഗ് ജമാഅത്ത് പിഴച്ചു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കളാണ്. സമസ്തയുടെ ഉലമാക്കൾ ഞങ്ങളോട് പറഞ്ഞത് തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതാണ്. അതിലപ്പുറം അവർക്കൊന്നും അറിയണ്ട. അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. എത്ര ഉദാഹരണങ്ങൾ. തരീഖത്തുകൾ പലതും കടന്നു വന്നു കേരളത്തിലേക്ക്. ആ വന്ന തരീഖത്തുകൾ വന്നതിനേക്കാൾ വേഗതയിൽ മടങ്ങിപ്പോയില്ലേ, ഇല്ലാതെയായി പോയില്ലേ? ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ആലുവ തരീഖത്തായിരുന്നു. ആലുവ തരീഖത്തിന്റെ പ്രത്യേകത എന്താ? സമസ്തയുടെ പ്രവർത്തകരാണ് അതിന്റെ പ്രവർത്തകര്, സമസ്തയുടെ എഴുത്തുകാരാണ് അതിന്റെ എഴുത്തുകാര്, സമസ്തയുടെ പ്രഭാഷകരാണ് അതിനുവേണ്ടി പ്രസംഗിച്ച് നടന്നത്, സമസ്തയുടെ സ്ഥാപനങ്ങളിലുള്ള ഉസ്താദുമാരും കുട്ടികളുമാണ് അതിന്റെ പ്രചാരകര്. പക്ഷെ ആലുവ തരീഖത്തിനെ കുറിച്ച് സമസ്ത പഠിച്ചു, അതിന്റെ അപകടം മനസ്സിലാക്കി. അവസാനം ബഹുമാനപ്പെട്ട സമസ്ത ആലുവ തരീഖത്ത് അപകടമാണ്, പിഴച്ചതാണെന്ന് പറഞ്ഞപ്പോ പലർക്കും തോന്നിയിട്ടില്ലേ അങ്ങനെ വേണ്ടില്ലായിരുന്നു? നമ്മുടെ കൂട്ടുകാര് പോവാണ്, നമ്മുടെ പ്രഭാഷകര് തന്നെ അതിൽ പോവാണ്. അതുകൊണ്ട് ഈ അപകടകരമായ പ്രഖ്യാപനം വേണ്ടില്ലായിരുന്നു എന്ന് നമുക്ക് പോലും തോന്നിയിട്ടില്ലേ? എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ആദർശ കേരളത്തിന്റെ അമരനായകൻ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അജയ്യനായ നായകൻ, മുസ്ലിം ഉമ്മത്തിന്റെ കേരളീയ സമസ്ത എന്ന് പറയുന്ന മഹിതമായ ആശയ പ്രസ്ഥാനത്തിന്റെ അമരനായകൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഫ്തി മുത്തുക്കോയ തങ്ങൾ തഖ്വിയ 2025 പ്രൗഢമായ വേദിയിൽ എത്തിയിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാന്യരായ സയ്യിദുൽ ഉലമ നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്.
ഞാൻ സൂചിപ്പിച്ചത് സിറാത്തുൽ മുസ്തഖീമിലൂടെ നമ്മൾ നടത്തിയത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. സമസ്ത പറഞ്ഞത് നമ്മുടെ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പലർക്കും നേടാനും ഉണ്ടാക്കാനും സാധിക്കും. എന്നാൽ ഈമാനിന്റെ കാവലിരിക്കാൻ ബോധമുള്ള ഒരു സമൂഹമുണ്ടെങ്കിലേ സാധ്യമാവൂ. ആ ദൗത്യം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഖാദിമീങ്ങളായി, പ്രവർത്തകരായി നമ്മൾ അടിയുറച്ച് മുന്നോട്ട് പോവുക. ബഹുമാനപ്പെട്ട സമസ്ത തുടങ്ങിയതൊക്കെ വിജയകരമായി തീരുന്നത് അതിൻ്റെ ഇഖ്ലാസിന്റെ ഭാഗമാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ മോയ്കുട്ടി മാഷ് സൂചിപ്പിച്ചു, 12 ലക്ഷം മക്കൾ ദീന് പഠിക്കുകയാണ്. 1951 ഈ മദ്രസ പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കുമ്പോൾ 0 ആയിരുന്നു, വട്ടപൂജ്യമായിരുന്നു. നമ്മൾ ആ മഹത്തായ മീറ്റിംഗിൽ പങ്കെടുത്തത് 17 ആളുകളായിരുന്നു. ആ മീറ്റിംഗിന്റെ ചരിത്രം പറയുന്നുണ്ട്. സമസ്തയുടെ ചരിത്രത്തിൽ മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ അന്ന് വലിയ സമ്പന്നനാണ്. 25 രൂപ അദ്ദേഹം കൊടുത്തതാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ ഫണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ 5 രൂപയും കൊടുത്തു. ആ യോഗത്തിൽ പങ്കെടുത്ത 17 ആളുകൾ ഓരോ രൂപയും കൊടുത്തു. ആ 47 രൂപയും കൊണ്ടാണ് 1951 വിദ്യാഭ്യാസ ബോർഡിന് തുടക്കം കുറിച്ചത്. പിന്നീട് മഹാനായ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നവ്വറല്ലാഹു മർക്കദ കൊയിലാണ്ടിയിൽ നടത്തിയ ഒരു വലിയ വഅദ്, ആ വഅദിന്റെ ബാക്കിയായി 300 രൂപ കിട്ടി. അത് വിദ്യാഭ്യാസ ബോർഡിന്റെ ഫണ്ടായിരുന്നു. അങ്ങനെയാണ് ഇല്ലായ്മയിൽ നമ്മൾ തുടക്കം കുറിച്ചത്. ഇന്ന് 12 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും 11,000-ഓളം വരുന്ന മദ്രസകളും കോടികളുടെ ആസ്തിയുള്ള വലിയ സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വിദ്യാഭ്യാസ ബോർഡിന്, മദ്രസ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിത്തറ പാകിയ നമ്മുടെ മുൻഗാമികളുടെ പൂർവ്വസൂരികളുടെ ഇഖ്ലാസാണ് അതിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് പിഴച്ചു പോകാത്ത, പിഴപ്പിക്കാത്ത പാതയിലൂടെയാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പാതയെ കൂടുതൽ കർമ്മോത്സുകരായി, സജീവമായി നമ്മൾ നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദ് അവർകളുടെ വാക്കുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ അവസരം അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തഖ്വിയ 2025